ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് അറസ്റ്റ് വാറന്റ്. രാജൻ ഖോബ്രഗഡയെ ഈ മാസം 20-ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആരോഗ്യവകുപ്പിലെ ഭിന്നശേഷിക്കാരനായ ഡോക്ടർ ഉണ്ണികൃഷ്ണന് സ്ഥാനക്കയറ്റം നൽകണമെന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ നിർദ്ദേശം. ഭിന്നശേഷിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റ സംവരണം സംബന്ധിച്ച വിഷയം അമൃത ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അസാധാരണ നീക്കമുണ്ടായത്. തിരുവനന്തപുരം പേരൂർക്കട ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടറായ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള പ്രമോഷൻ തടയുന്നുവെന്ന് കാണിച്ചായിരുന്നു ഹർജി. തുടർന്ന് 2023-ലായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണന് നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലും പുനഃപരിശോധനാ ഹർജിയും സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. തുടർന്നാണ് ഉത്തരവിറക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൈക്കോടതി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മറികടന്ന് ആരോഗ്യവകുപ്പ് മറ്റൊരു തീരുമാനമെടുത്തു. ഉത്തരവ് റദ്ദാക്കി ഡോക്ടർ ബി ഉണ്ണികൃഷ്ണന് അനുകൂല തീരുമാനമെടുക്കണമെന്ന ഉത്തരവ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചില്ല. തുടർന്നാണ് കോടതിയലക്ഷ്യ ഹർജിയിൽ ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, സി ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ അറസ്റ്റ് വാറന്റ്. നിലവിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയുള്ള രാജൻ ഖോബ്രഗഡയെ ഈ മാസം 20-ന് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഭിന്നശേഷിക്കാരുടെ സ്ഥാനക്കയറ്റ സംവരണം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. നടപടികൾ സ്വീകരിക്കാതെയുള്ള സർക്കാരിന്റെ മെല്ലെപ്പോക്കിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാരുടെ വിവിധ സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഭിന്നശേഷി കമ്മീഷണർ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് സ്ഥാനക്കയറ്റ സംവരണം ചൂണ്ടിക്കാട്ടിയുള്ള ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നൽകിയ ഹർജി കോടതി പരിഗണനയ്ക്കെടുത്തത്. ഇത് സംബന്ധിച്ച തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ആലോചന. കെ പി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.